അമ്മേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എനിക്ക്. കുറച്ച് ദിവസമായി അമ്മനോട് പറയണമെന്ന് വിചാരിക്കണം. ഞാൻ കഴിഞ്ഞ മാസം ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എനിക്ക് വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച തൊട്ട് ജോലിക്ക് കയറണമെന്നാണ് പറഞ്ഞേക്കണം. ജോലിക്ക് പോവാനോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? എൻ്റെ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയല്ലേ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നേക്കണം. ജോലിക്ക് പോലൊന്നും നടക്കണ കാര്യമൊന്നുമില്ല. എനിക്ക് പഴയ പോലെ കയറി ഇറങ്ങി പണിയെടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. ഞാൻ രാവിലെ തന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ട് പൊക്കോളാം അമ്മേ. ഇത് അങ്ങനെ മിസ്സാക്കി കളയാൻ പറ്റാത്തതുകൊണ്ടാണ്. നല്ല സാലറിയൊക്കെ ഉള്ളതാണേ. വെറുതെ ഇവിടെ ഇരുന്ന് സമയം കളയണ്ടല്ലോ, ഇത്രയും പഠിച്ചതല്ലേ. ചേട്ടൻ പൊക്കോളാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പറ്റൂല. അവൻ സമ്മതിച്ചിട്ട് അത്രയും കാര്യമില്ലല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനും കൂടിയാണ് തീരുമാനിക്കുന്നത്. ജോലിക്ക് പോണ കാര്യമൊന്നും ഇപ്പം ആലോചിക്കണ്ട. പോയാ കൊണ്ടുവന്ന് തുണിയൊക്കെ മടക്കും. ഓ അല്ലമ്മ, അത് ഇപ്പം ജോലിക്ക് കൂടി തുള്ളാത്ത കാര്യമുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ അങ്ങനെ അങ്ങോട്ടൊന്നും ചെയ്തോളാം. അല്ല, ഞാൻ എന്താ ജോലിക്കാരത്തി എടുക്കാം. അച്ചിങ്ങപ്പയർ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അത് വൈകുന്നേരത്തേക്ക് എടുത്താൽ മതി. എന്നാൽ അത് നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചോ. എന്നിട്ട് സാമ്പാർ വയ്ക്കും. അത് നമുക്ക് വൈകുന്നേരത്തേക്ക് എടുക്കാം. എല്ലാവരും കൂടി ഒരുമിച്ച് എടുക്കണ്ട. വെറുതെ എന്തിനാണ്? ആ അമ്മേ, ഞാനന്ന് പറഞ്ഞില്ലേ ജോലിയുടെ കാര്യം. തിങ്കളാഴ്ച ചെന്ന് ജോയിൻ ചെയ്തില്ലെങ്കിൽ അവർ വേറെ ആരെങ്കിലും എടുക്കും. നല്ല കാര്യം. അപ്പം നിനക്കൊരു പുണ്യപ്രവൃത്തിയും കൂടിയേ. നീ കാരണം വേറെ ആർക്കെങ്കിലും ആ ജോലി കിട്ടേനെങ്കിൽ നല്ല കാര്യം. ഞാനിപ്പോഴത്തെ പോലെ തന്നെ ജോലികളൊക്കെ രാവിലെ തന്നെ തീർത്ത് വെച്ചിട്ട് പൊക്കോളാമേ. അമ്മക്ക് ഞാൻ ജോലിക്ക് പോകണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാണ്ട് ഞാൻ നോക്കാം. മോളിപ്പാ വലിയ വലിയ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. ഇവിടുത്തെ അടുക്കളപ്പണി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക് കേട്ടോ. ജോലിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. പണിയെടുക്കട്ടെ. ഇപ്പം എന്തായാലും നിന്നെ ജോലിക്ക് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതെന്നോട് പറയണ്ടേ. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലേ. അല്ല, എത്ര നേരമായി വിളിക്കണ? ഇങ്ങോട്ട് വന്നിണ്ട നീ. എന്താണമ്മേ? ആ, നീ എപ്പോ വന്നു? അവള് വന്നത് എപ്പോഴെങ്കിലും ആവട്ടെ. നീ പോയി അവൾക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തുണ്ടോന്നേ. എന്നിട്ട് ഇതിപ്പോ എന്താണെന്നാണ് നീ പറയണത്? ഞങ്ങൾ പോണില്ല, അത്ര തന്നെ. അവരാൾക്കാർ കൊള്ളാല. ആൾക്കാർ ഇഷ്ടത്തിനനുസരിച്ച് തരം മാറണ ആൾക്കാർ. നല്ല മനക്കാത്തൊരു ജോലി ഉണ്ടായിട്ട് ആ ജോലിക്കും വിടാണ്ട് ആ തള്ളനെ നോക്കാനിരിക്കണം. അടക്കണക്കാത്ത തന്നെ. മനുഷ്യൻ സമാധാനമായിട്ട് ജോലിക്ക് പോകാൻ പറ്റൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവിടെ എങ്ങനെ നിൽക്കാനാണമ്മേ? ഇത് ഏത് നൂറ്റാണ്ടിലാണ് ഇവർ ജീവിക്കണത്? അവർക്ക് പാടില്ലെങ്കിൽ ജോലിക്ക് പോകാത്ത മരുമക്കൾ വേറെ ഉണ്ടല്ലോ. അവങ്ങളുടെ കൊണ്ടയാക്കിയ പോരായിരുന്നു. ഇത് നിന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് നീ ജോലിക്ക് പോണത്. അവർക്ക് ഇഷ്ടമല്ല. അത് തന്നെ കാര്യം, അല്ലാണ്ട് എന്ത്? എനിക്കാണെങ്കിൽ ലീവ് എടുക്കണതൊന്നും പണ്ടേ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഇത് 10 ദിവസം ലീവ് എടുക്കാനാണ് പറയണത്. 10 ദിവസമായി. എന്നിട്ട് പിന്നെ വീട്ടിൽ തളച്ചിടാൻ വേണ്ടിയിട്ടാണ്. അത് ഓരോ മാസവും ഓരോ മക്കളുടെ വീട്ടിലാണ് പോണത്. ഇപ്പൊ കഴിഞ്ഞ മാസം വരേണ്ടതാണ്. അപ്പൊ അവിടെ ഇളയാളുടെ കൊച്ചിൻ്റെ എന്തോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ പാസ്സായിട്ട് അതിൻ്റെ ബർത്ത്ഡേയും
സ്കൂളിൽ മാർക്ക് കിട്ടിയതിൻ്റെ ആഘോഷമൊക്കെ കൂടി. ഞാൻ പോയില്ല, എനിക്കൊന്ന് ലീവ് കിട്ടിയില്ല. എന്നിട്ട് അത് കാരണം അവിടെ നിന്നിട്ട് അങ്ങാട് പോയി, മൂത്തേട്ടൻ്റെ വീട്ടിൽ നിന്നിട്ട് അങ്ങാട് പോയി. എന്നിട്ട് ഈ മാസം ഇങ്ങോട്ട് വന്നേക്കണേണ്. കാര്യം ഇത് വരാറുള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ലീവ് എടുക്കാൻ പറയണത്. നമുക്ക് വയ്യ, കാലിന് ഇവിടെ പൊട്ടിയിട്ടുണ്ട്, റെസ്റ്റ് വേണമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറയണ ലീവ് എടുക്കാൻ. പിന്നെ കാല് പൊട്ടി വെറുതെ പറയണതാടി. അല്ലെങ്കിൽ 10 ദിവസമൊക്കെ ആരെങ്കിലും ജോലി ലീവ് എടുപ്പിക്കുമോ? 10 ദിവസം ലീവ് എടുത്ത് കഴിയുമ്പോൾ പിന്നെ പോവണ്ടല്ല, അതാണ്. അതും 10 ദിവസമായി. ഞാൻ ലീവ് എടുക്കൂല, ഞാൻ ഇവിടുത്തെ ജോലിക്ക് പോകും. ഞാൻ എന്തായാലും അവനൊന്ന് വിളിക്കട്ടെ. ഇതിനകത്തൊക്കെ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ട് നീ ഞങ്ങളിനി പോയാൽ മതി കേട്ടാ. ഇവിടുത്തെ ജോലിക്ക് പോ. ലീവ് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് അമ്മയല്ലേ, അവരല്ലല്ല. അതുകൊണ്ട് അവർക്ക് എൻ്റെ വില അറിഞ്ഞൂടാ. ജോലിയുള്ളൊരു മരുമോളെ കിട്ടിയതൊന്നും അവർക്ക് വലിയ വിഷയമല്ല. അവർക്ക് എങ്ങനെയെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ കഞ്ഞിയും കറിയും വെച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഏട്ടത്തി ജോലിക്ക് പോകണില്ലല്ലോ, ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളൂലല്ലോ. അവർക്ക് അങ്ങനത്തെ മരുമോളെ വേണമെന്ന് കിട്ടേണ്ടിയിരുന്നത്. ജോലിയുള്ള മാസം മാസം സമ്പാദിച്ചു കൊണ്ടുവന്ന് കൊടുക്കണ മരുമോളെ കിട്ടിയിട്ടാണ് എനിക്ക് ഇത്ര അഹങ്കാരം. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നമ്മ ഒരാളെ അങ്ങടെ ഇറക്കി വിട്ടിട്ട് ജോലിക്ക് വിടൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ശരിയാവണത്? 10 ദിവസം ലീവേ. നീ എന്തായാലും ഇവിടെ നിൽക്ക്. എന്നിട്ട് ഈ കാര്യത്തിലൊരു തീരുമാനമായിട്ട് ഞാൻ അവനൊന്ന് വിളിക്കട്ടെ. എന്താണ് എൻ്റെ മോൾ അവിടുത്തെ അടിമയാണെന്നൊന്നും അറിയണമല്ല. അതത്രേ ഉള്ളൂ. കാര്യത്തിലൊരു തീരുമാനമായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ. ഇതെങ്ങാണ് അണിഞ്ഞൊരുക്കി പോവേണ്? ഞാൻ അടുക്കളയിൽ പോയിട്ട് അവിടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. രാവിലെ തന്നെ എങ്ങാട് പോയെന്ന്? ഇന്ന് തിങ്കളാഴ്ചയല്ലേ അമ്മേ? ഞാൻ എങ്ങാടാണ് പോണേ നമുക്കറിയാൻ പാടില്ലേ? ജോലിയുടെ കാര്യം ഞാൻ അമ്മനോട് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ജോലിക്ക് പോണ കാര്യം ആലോചിക്കേണ്ടത് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? അമ്മേൻ്റെ അടുത്ത് പോകേണ്ടതാണ് പറഞ്ഞത്. പക്ഷെ ചേട്ടൻ എൻ്റെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും എന്നോട് പൊക്കോളാൻ പറഞ്ഞ് നഷ്ടപ്പെടുത്തി കളയണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് കുറേ കൊതിച്ചിട്ട് കിട്ടിയ ജോലിയാണ്. അത് ഞാൻ എന്തിനാണ് കളയണത്? ജോയിൻ ചെയ്യാന്ന് വിചാരിച്ച്. ഇവിടെ അവരുടെ സമ്മതം മാത്രമൊന്നും പോരാ, എൻ്റെ സമ്മതം കൂടിയും വേണം. ഞാൻ സമ്മതിച്ച അമ്മയുടെ മോളില്ലേ, ഇപ്പൊ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കണത്? പറ. പത്ത് ദിവസം അമ്മയുടെ മോളുടെ അടുത്ത് ജോലിക്ക് പോകണ്ടെന്ന് അവളുടെ കെട്ടിയാൻ പറഞ്ഞതുകൊണ്ടാണ് അവൾ ഇവിടെ ഇപ്പോൾ വന്ന് നിൽക്കണത്. അപ്പോൾ അമ്മയുടെ മോൾക്ക് ജോലിക്ക് പോകാം അല്ലേ? മോൾക്കൊരു ന്യായം മരുമോൾക്കൊരു ന്യായം. ശരിയാണ് അമ്മേ. ഞാൻ ആദ്യം വിചാരിച്ചതേ അമ്മക്ക് എൻ്റെ അടുത്ത് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കണം, ഉത്തരവാദിത്വം വേണം, അമ്മക്ക് വയ്യ, അപ്പം അങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ കാര്യം കൊണ്ടാണ് എൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറയണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്നലെ നീത് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മക്ക് അമ്മയുടെ മോളോട് മാത്രം സ്നേഹമുള്ളൂ. ഞാൻ ജോലിക്ക് പോവണ്ട എന്നമ്മ പറയാൻ കാരണം അമ്മക്ക് അമ്മയുടെ മോനോടോ ഈ കുടുംബത്തിനോടോ സ്നേഹം ഉണ്ടായിട്ടല്ല. ഞാൻ ജോലിക്ക് പോയി 10 കാശ് സമ്പാദിക്കാൻ പാടില്ല അല്ലേ? അമ്മ ഇന്നലെ ഭയങ്കര ദേഷ്യപ്പെട്ട് ഇവിടെ ഇരുന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കണ്ടായിരുന്നല്ല. എന്താണ് അവൻ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞത്? 10 ദിവസം ജോലിക്ക് വന്നിരുന്ന ജോലി പോകൂല്ലേ? അമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചപ്പോൾ അമ്മക്ക് വിഷമമുണ്ടല്ലേ? എൻ്റെ അമ്മയും അച്ഛനും എന്നെ കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിപ്പിച്ചത്. ഇത്രയും നാളും അമ്മ പറയണായിട്ട് ഞാനിവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വൃത്തിക്ക് ചെയ്തു. പക്ഷേ ഈ ജോലി എനിക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല. നഷ്ടപ്പെടുത്തി കളയണമെങ്കിൽ അതനുസരിച്ച് എന്തെങ്കിലും കാരണം വേണം. അതില്ല. ഇന്നലത്തോണ്ട് എനിക്ക് മനസ്സിലായി അമ്മനെ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനം. എന്തായാലും ഈ ജോലി ഞാൻ കളയാൻ ഉദ്ദേശിച്ചിട്ടുമില്ല.
എന്തായാലും ഇവിടുന്ന് ജോലിക്ക് പോക്ക് നടക്കൂല. ഒന്നാമത് ഇവിടെ വന്നേക്കണം, അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. എന്തൊക്കെ പണികൾ ഇവിടെ ബാക്കിയുണ്ട്. അമ്മ നിർത്തിക്ക്. ചേച്ചി ഇപ്പൊ ജോലിക്ക് വരുമ്പോൾ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടാകും, വേണം വല്ല ഭൂകമ്പം ഉണ്ടാവോ? അല്ലെങ്കിൽ ജോലിയുള്ളത് നല്ലതല്ലേ. എൻ്റെ പൊന്നമ്മേ, ഞാൻ ജോലിക്ക് പോയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണില്ലേ? ഇവിടെ ഇനി ചേച്ചിക്ക് പിള്ളേരൊന്നും ഇല്ലല്ലോ. എനിക്ക് 2 പിള്ളേരുണ്ട്. അവരിട്ടുണ്ട് ഞാൻ ജോലിക്ക് പോകണില്ലേ. പിന്നെ ചേച്ചിക്ക് ജോലിക്ക് പോകണേന് എന്താണ് ബുദ്ധിമുട്ട്? അമ്മ വെറുതെ ആവശ്യമില്ലാതെ പിടിവാശിയൊക്കെ മാറ്റി വയ്ക്കും. ജോലിക്ക് പോണത് എനിക്ക് എത്ര ഇഷ്ടമാണോ അതുപോലെ തന്നെയല്ല എല്ലാവർക്കും. ചേച്ചിക്കും ഇഷ്ടമാണെങ്കിൽ ചേച്ചി ജോലിക്ക് പോട്ടെ. അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ജോലിക്ക് പോകാതെ ചേച്ചി കൂടി ഇരിക്കുന്നത് എനിക്ക് നാണക്കേട് തന്നെയാണ്. ആരെങ്കിലും ഒക്കെ ചോദിക്കും, ചേട്ടൻ്റെ ഭാര്യ എന്ത് ചെയ്യണം, ചേട്ടൻ്റെ ഭാര്യ എന്ത് ചെയ്യണം. വെറുതെ ഇരിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് തോലി അങ്ങോട്ട് ഒലിയും. ചേച്ചി ജോലിക്ക് പോകണമെന്ന് കേൾക്കണത് നല്ല കാര്യം തന്നെയാണ്. അല്ല മോളെ, അത് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഇതും. അമ്മ ഇപ്പോഴും പഴയ നൂറ്റാണ്ട് വിട്ട് പോന്നിട്ടില്ല. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാണ്ട് പോയേ. ചേച്ചി ജോലിക്ക് പോട്ടെ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ മലമറിക്കുന്ന പണി എന്നിട്ടാണുള്ളത്. അമ്മക്ക് ഒറ്റക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഞാനും കൂടി സഹായിക്കാം. ഇന്ന് ഞാനുണ്ടല്ലോ, ഞാൻ സഹായിക്കാമെന്നില്ല. ചേച്ചി ജോലിക്ക് പോട്ടെ. വെറുതെ ആവശ്യമില്ലാത്ത പിടിവാശി വെച്ചുകൊണ്ടിരിക്കല്ലേ. ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് കാണാം കേട്ടാ. നീ ഇത് പോകില്ലല്ലോ. ആ, എൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ട് ഞാൻ പോകില്ല. ശരിയാണ്.